അപ്പോൾ ഇതുണ്ടോ, ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്നും നമ്മുടെ KKB ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ചിങ്ങവനത്തുള്ള വണ്ടിയാണ്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് KL33R 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല കാശ് കൊടുത്ത് ബുക്ക് ചെയ്ത നമ്പറാണ്. പക്ഷേ വണ്ടി നല്ല സെറ്റപ്പായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാണ്. ഇന്നിപ്പോൾ നമ്മൾക്കിപ്പോൾ 3ാമത്തെ വണ്ടിയാണ് ഇന്നിപ്പോൾ ഡെലിവറി. അപ്പോൾ കുറച്ച് വൈകി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ തീർന്നില്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഉള്ളിലാണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അകത്തുണ്ടോ അടിപൊളി ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, ഉള്ളിലുള്ള ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. TV ക്യാബിൻ, പിന്നെ അതേപോലെ CCTV, അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് സെറ്റപ്പായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്നിപ്പോൾ ഇറങ്ങി പോകാൻ പോവുകയാണ്. അതേപോലെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എംബ്ലോം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മേളിലെ ക്യാരിയർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബോഡി ലൈറ്റുകളെല്ലാം മാറി അതെല്ലാം വൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടോ, ആ വണ്ടിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ രീതിയിലുള്ള എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതാണ് KKB ട്രാവൽസിൻ്റെ കോട്ടയം ചിങ്ങവനം. ഉണ്ടോ, അവരുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളുണ്ട്, ഓഫീസ് നമ്പർ ഉണ്ട്, അവരുടെ മൊബൈൽ നമ്പർ കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ നിന്ന് ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവരുടെ മേളിലാണെങ്കിൽ നമ്മൾ അർബാനിയ എന്നുള്ള ആ ഒരു ജിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ക്യാരിയർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ ക്യാരിയറിൻ്റെ ബാക്ക് വശം പുതിയ മോഡൽ. അതുപോലെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ലാഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എല്ലാവിധ വർക്കുകളെല്ലാം തീർത്ത് റെഡിയാക്കി സെറ്റപ്പായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാണ്. കർട്ടൻ കൊടുത്തിട്ട് ഗോൾഡൻ കളറാണ്, ഗോൾഡൻ കളറ് കർട്ടനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൻ്റെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിനുള്ളിലുള്ള എല്ലാവിധ ഉണ്ട്. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫൈനൽ ക്ലീനിങ്ങും കാര്യങ്ങളും, കാരണം സീറ്റ് കവറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം കലാരഞ്ജനം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അഖിലും എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഭാഗത്തുള്ള ചങ്ങനാശ്ശേരിയിലുള്ള ഒരു വണ്ടിയും കൂടി ഇന്നിപ്പോൾ ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ ഏതാണ്ട് പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ അത് നിങ്ങൾ ഒരുമിച്ചാണ്. ഇപ്പോൾ ആദ്യം നമ്മളെന്തായാലും ഈ വണ്ടിയാണ് നമ്മൾ വിടാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ ബീച്ചോട്ടേ. എന്താ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? ഇന്നിപ്പോ തിരക്കിലായി പോയല്ലേ, രാവിലെ തന്നെ കുറച്ച് 11 മണിക്ക് എത്താന്ന് വന്നപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതെ അതെ, അതുകൊണ്ട് വന്നപ്പം നമ്മുടെ വർക്കെല്ലാം ചെയ്ത് വളരെ നന്നായിട്ട് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതിനേക്കാളും 30 ദിവസം പറഞ്ഞെങ്കിൽ പോലും അത്രയും അതിന്റെ പകുതി പോലും എടുത്തില്ലെന്നാണ്. നമ്മളൊരാവശ്യം പറഞ്ഞ കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി പണിത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പണിത് തരുവാനായിട്ട് സാധിച്ചതിൽ ഒരു പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം ഇക്കാടെ ഡീലിങ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള വർക്ക്ഷോപ്പുകളിലൊക്കെ ചെല്ലുന്നതിലൊക്കെ ഉപരി നമ്മുടെ വന്ന ഒരു ഇടപെടിയിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വർക്ക് ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാം കൃത്യമായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എന്തായാലും ഒരിക്കലും മറക്കത്തില്ല. ഈ ബന്ധം നിലനിൽക്കട്ടെ. ഇനിയും ഞാൻ വരും, ഇനിയും പുതിയ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ അതുവരത്തേക്ക് ഒരു ബ്രേക്ക് ആയിക്കോട്ടെ. ഓക്കെ ബിജേട്ടാ, ഓക്കെ, താങ്ക് യു. ആണ് ബിജേട്ടൻ. അതേപോലെ തന്നെ KKB ട്രാവൽസ് ആട്ടാ, ശരിക്കും പറഞ്ഞാൽ ചിങ്ങവനം ആ ഏരിയയിലാണ് ഇവർ ഓഫീസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതാണെന്ന് ഇത് മകനാണ്. പേരെന്തായിരുന്നു? ആൽവിൻ. ഇപ്പൊ എവിടെയാണ്? ഇവിടെ ഇല്ലല്ലോ, അയർലൻഡിലാണ്. ലീവ് എടുത്ത് വന്നതായിരുന്നു. അപ്പം വന്നപ്പോഴത്തേക്ക് ഇതുപോലെ വണ്ടി എടുത്തായിരുന്നു. വരുന്നതിന് മുമ്പ് എടുത്തതാണ്. വരുന്നതിന് മുമ്പ് കയറ്റി. പിന്നെ ജസ്റ്റ് ഒരു വട്ടം കാണാൻ വന്നായിരുന്നു വണ്ടി എന്തായി. വന്നപ്പോഴത്തേക്കും പോകുന്നതിന് മുമ്പ് തരാമെന്ന് പറഞ്ഞു, തന്നു. ഞാൻ പ്രതീക്ഷയിലും അപ്പുറമായിരുന്നു പണി. അതെ അതെ, ഞാൻ ജസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഓക്കെ എല്ലാം നല്ലതാണ്. പക്ഷെ വന്ന് നേരി കണ്ടപ്പം അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഇന്റീരിയർ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണല്ലേ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. കാരണം ബീച്ചയുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വരും. അപ്പൊ ആ പുള്ളിക്കാരൻ എന്തായാലും വണ്ടിയല്ലേ ഒരു റൗണ്ടൊക്കെ പുള്ളിക്കുമ്പോൾ ഓടിക്കുള്ള ആഗ്രഹം ഉണ്ടല്ലോ. മുന്നായിട്ട് തന്നെ വണ്ടി ഇറക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു. അതൊക്കെ മുന്നേ ചെയ്ത് തന്നെ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഓക്കെ ബീച്ചേട്ടാ, അങ്ങനെ വേണം. അത് നമുക്ക് മറ്റു ആൾക്കാരോട് പറയാനായിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ്. അത് നമ്മൾ കൃത്യമായിട്ടും പറയും. പിന്നെ എന്റെ അറിവിൽ ഏതെങ്കിലും വണ്ടി എവിടെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു വിടും. 100%. എന്തായാലും നിങ്ങളോടൊക്കെ ചോദിക്കുള്ളൂ ആൾക്കാർ. ചേച്ചി എന്താ പറയാനുള്ളത്? വല്ലതും പറയണ്ട. ഇത് ബീച്ചറിന്റെ വൈഫാട്ടാ. കാരണം പുള്ളിക്കാരി കുറെ നേരം അല്ലേ വന്നിരിക്കണല്ലേ. എന്നാലും കുഴപ്പമില്ല, ഹാപ്പി അല്ലേ? വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഹസ്ബൻഡിന്റെ ഫോണിൽ കണ്ടിട്ടുണ്ട്. നല്ല ഡീലിങ്സും നല്ല ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, ഞാനും ആദ്യം എനിക്ക് മടിച്ചു, ഞാൻ വരുന്നില്ലെന്ന്. ഞാനും കൂടെ വരുന്നെന്നും പറഞ്ഞ് രാവിലെ പോകുന്നു. നല്ല സൂപ്പർ വർക്കാണ്, നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഭംഗിയാണ്, ഡീലിങ്സ് നല്ല എല്ലാം സൂപ്പറാണ്.
ഓക്കെ ചേച്ചി, താങ്ക് യു. ചേച്ചിയുടെ പേരെന്തായിരുന്നു? പേര്? എൻ്റെ പേര് വിനിമോൾ. വിനിമോൾ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വളരെ ഡീസൻ്റ് ആണ്, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് അന്നേരം തന്നെ ചെയ്ത് തീർക്കത്തക്ക രീതിയിൽ എന്നുള്ളൊരിതില്ല, ഒരു ഇതുമില്ല. അവരുടെ വർക്കെന്ന് നമ്മൾ ഏത് കാര്യം നമുക്ക് അവരോട് തുറന്നു പറയാം, അവർ അന്നേരം തന്നെ അത് പരിഹരിക്കും എന്നുള്ളതാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിട്ടുള്ളെങ്കിലും അവർക്കൊരു പണിയാർക്കൊരു അഹങ്കാരമുണ്ട്. ആ സംഭവം അതിന് പ്രത്യേകിച്ച് മുതലാളികളുടെ അഭിനന്ദനം അറിയിക്കാം. ഓക്കെ വിജേട്ടാ, ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ നമ്മളിന്നിപ്പോൾ ഇറങ്ങാം കേട്ടോ. വണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി ഇന്നിപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വണ്ടി വിടുകയാണ്. അതേപോലെ KKB ട്രാവൽസിൻ്റെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ആ ഏരിയയിലുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. മാക്സിമം റീസണബിൾ റേറ്റിലൊക്കെ എന്തായാലും ബീച്ചേട്ടൻ നിങ്ങൾക്ക് വണ്ടിയൊക്കെ തരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും വളരെ പ്രാർത്ഥനയോട് ഇവിടെയാണ്. കാരണം KKB ട്രാവൽസ് ആ ഒരു ഏരിയയിലെ ചങ്ങനാശ്ശേരി, ചിങ്ങവനം, കോട്ടയം ഏരിയയിലൊക്കെ അങ്ങോട്ട് എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയല്ല, ഒരുപാട് വണ്ടികൾ ബീച്ചേട്ടൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റപ്പായിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മളെന്തായാലും വണ്ടി വിടുകയാണ്. അതേപോലെ നമ്മൾ താക്കോൽ കൊടുക്കാൻ പോകട്ടോ. താക്കോൽ കൊടുക്കാൻ പോകട്ടോ. കറക്റ്റ് ഏതാണ്ട് ഒരു 6:30 മണിയായി വൈകിട്ട്. പക്ഷേ നമ്മൾ വളരെ ഭംഗിയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഈ താക്കോല് ഏൽപ്പിക്കാൻ പോകണം. ഏതാണ്ട് ഒരു 10-20 ദിവസമായി എൻ്റെ അടുത്ത് നിന്ന് താക്കോല് എന്നിട്ട് ഞാൻ വളരെ ഭദ്രമായിട്ട് ഞാൻ ഏൽപ്പിക്കാൻ പോകണം. അതേപോലെ തന്നെ അയർലൻഡിൽ നിന്ന് വന്ന് ആൽബിനുണ്ട്. ആൽബിൻ താക്കോൽ തന്നില്ല, തരാം. അതേപോലെ തന്നെ ആൽബിൻ്റെ ഫ്രണ്ട് പേരെന്താ? അശ്വിൻ. ഇത് അശ്വിനായിട്ട്. അശ്വിൻ നമ്മൾ പരിചയപ്പെട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ബീച്ചേട്ടൻ്റെ ചങ്കായിട്ട് കൂടെയുള്ള ആളായിട്ടാ. പേരെന്താ? കണ്ണൻ. ഇത് കണ്ണൻ ചേട്ടൻ. കണ്ണൻ പതുക്കെ കണ്ണൻ ഇത് വെച്ചതിന് പറയാതെ കണ്ണൻ. ഇതാണ് നമ്മുടെ കണ്ണൻ ചേട്ടനാണ്. എല്ലാവരും നല്ല ഉഷാറായിട്ട് സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ താക്കോല് കൊടുക്കണം. ബീച്ചേട്ടൻ കൈ നോക്കും, ചേച്ചി ഒന്ന് കൈ നോക്കൂ. അപ്പോൾ എല്ലാവരും ഓക്കെ, താങ്ക് യു. ഓക്കെ വിജേട്ടാ, ഹാപ്പി അല്ലേ? ഓക്കെ, ബൈ.